ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ് റെക്കോർഡഡ് ക്ലാസ്സിൽ എടുത്ത് അയച്ചു തന്നത് എങ്ങനെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ജേർണലൈസ് ചെയ്യാമെന്നായിരുന്നു. പ്രൈമറി എൻട്രി ആയിട്ടുള്ള ജേർണൽ എൻട്രി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ നമ്മുടെ സ്റ്റഡി അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൽ ഈ ഒരു ബേസിക് അക്കൗണ്ട്സിൽ ജേർണലൈസ് ചെയ്തത് ലെഡ്ജറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ഒരു പാർട്ടിൽ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ജേർണലൈസ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓരോ ട്രാൻസാക്ഷനിലും 2 ആസ്പെക്റ്റിന് പുറമെ 2-ലധികം ആസ്പെക്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ആ ട്രാൻസാക്ഷൻസാണ് കോമ്പൗണ്ട് എൻട്രി ആയിട്ട് നമ്മൾ മാറ്റി എഴുതാറ്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ എടുക്കുമ്പം ആ ഒരു ദിവസം തന്നെ നമ്മൾ ബിസിനസ്സിൽ നിന്ന് സാലറി കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ചാർജസ് കൊടുത്തിട്ടുണ്ട്, ക്യാരേജസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല പേയ്മെൻറ്റുകളും ഒരൊറ്റ ദിവസം തന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ജേർണലൈസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ പഠിച്ചത് ഓരോരോ ട്രാൻസാക്ഷനും ബിസിനസ്സിൽ ദിവസം നടക്കുന്ന ഓരോരോ ട്രാൻസാക്ഷനും സെപ്പറേറ്റ് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ഏതാണോ ആദ്യം നടന്നത്, രാവിലെ 9 മണിക്ക് ഏതാ നടന്നത്, 9:15, 9:30, 10 മണി, 11 മണി, ആ ഒരു ടൈമിങ്ങിൻ്റെ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നത്. ജേർണലൈസിങ് എൻട്രികൾ എങ്ങനെയാണ് ഉണ്ടാവല്. അപ്പോൾ ഈ ഒരു ദിവസം തന്നെ മൊത്തം ഒരു 4-5 പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ സാലറി പെയ്ഡ് ചെയ്തു, ഇലക്ട്രിസിറ്റി കൊടുത്തു, ക്യാരേജസ് കൊടുത്തു, ഇതിൻ്റെ ഒക്കെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പം ഒരുപോലെയാണ് വരൽ. ഇപ്പോൾ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ക്യാരേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇങ്ങനെയാണ് ജേർണൽ എൻട്രി ആയിട്ട് പുസ്തകത്തിലേക്ക് എഴുതേണ്ടത്, അല്ലെങ്കിൽ ജേർണലിൻ്റെ ഫോർമാറ്റിലേക്ക് ആ ഒരു ടേബിളിലേക്ക് നമ്മൾ എഴുതേണ്ടത്. പക്ഷേ ഇതിന് പകരമായിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരൊറ്റ എൻട്രി ആയിട്ട് എഴുതാം. അതിനാണ് കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ സാലറി 2000 റുപ്യാണ് കൊടുത്തതെങ്കിൽ സാലറി 2000 എന്നുള്ള അവിടെ മാറ്റി വെക്കുക, ഇലക്ട്രിസിറ്റി 250, ക്യാരേജസ് 750, ഇത് എല്ലാം കൂടി ഒന്നിച്ച് ഒരൊറ്റ എൻട്രി ആയിട്ട് ഒരൊറ്റ ജേർണൽ എൻട്രി ആയിട്ട് എങ്ങനെ എഴുതുക എന്നുള്ളത് താഴെ കാണിച്ചു തന്നിട്ടുണ്ട്. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്നുള്ളത് എല്ലാ ട്രാൻസാക്ഷനും പെയ്ഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടാണ് അവസാനമാണ് 2 വരുന്നത്. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ 2000, ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ 250, ക്യാരേജ് അക്കൗണ്ട് ഡെപ്റ്റർ 750, മൊത്തം ടു ക്യാഷ്. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് അങ്ങോട്ട് പോയി, അതാണ് ടു ക്യാഷ് എന്ന് പറഞ്ഞത്. 3000 റുപ്യൻ്റെ ക്യാഷ് അങ്ങോട്ട് പോയി. ഏതൊക്കെ വകുപ്പിൽ? സാലറി, ഇലക്ട്രിസിറ്റി, ക്യാരേജസ്. അപ്പോൾ ഈ 3 സംഭവങ്ങൾ, 3 ട്രാൻസാക്ഷൻസ് ഒരൊറ്റ എൻട്രിയിലേക്ക് മാറ്റുന്നതാണ് കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുന്നത്, ആനന്ദിന് നമ്മൾ ക്യാഷ് കൊടുക്കാണ്ട്. ആനന്ദ് നമ്മുടെ ക്രെഡിറ്ററാണ്. ആ ക്രെഡിറ്ററായ ആനന്ദിന് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പം ക്യാഷ് കൊടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയി, ആനന്ദിൻ്റെ അടുത്ത് പോയി. ആനന്ദ് 3000 റുപ്യ കൊടുക്കാനുള്ളത് 2700 മതി, ബാക്കി 300 ഡിസ്കൗണ്ട് ആയിട്ട് കൂട്ടിക്കോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ കൂടി, ഒരു ആസ്പെക്റ്റ് കൂടി വരികയാണ്. അപ്പോൾ ഡബിൾ ആസ്പെക്റ്റിനും പുറമെ ആസ്പെക്റ്റ് കൂടുകയാണ്. അപ്പോൾ കോമ്പൗണ്ട് എൻട്രി ആയിട്ട് വരുന്നത് ഡിസ്കൗണ്ട് എന്നുള്ള ഒരു സംഗതി കൂടി അവിടുത്തെ കോമ്പൗണ്ട് ചെയ്തിട്ട് അവിടെ കൂട്ടി എഴുതണം. അപ്പോൾ ആനന്ദിൻ്റെ അക്കൗണ്ട് ആദ്യം ക്ലോസ് ചെയ്യുകയാണ്. ആനന്ദ് അക്കൗണ്ട് ഡെപ്റ്റർ, നേരത്തെ ക്രെഡിറ്റർ ആയിരുന്ന മനുഷ്യനാണ്, ക്രെഡിറ്റ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. ഡെപ്റ്റർ പേയ്മെൻറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യുമ്പം എന്താവും? ഡെബിറ്റ് പൊസിഷനിലേക്ക് വരും. ആനന്ദ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 2700 ടു ഡിസ്കൗണ്ട് 300. അപ്പോൾ ഡിസ്കൗണ്ട് വകുപ്പിൽ 300 അഡ്ജസ്റ്റ് ചെയ്ത് ക്യാഷ് 2700 കൊടുത്ത് മൊത്തം ആനന്ദിൻ്റെ അക്കൗണ്ട് അവിടെ ക്ലോസ് ചെയ്ത്. അതാണ് കോമ്പൗണ്ട് എൻട്രി. ഈ കോമ്പൗണ്ട് എൻട്രികൾ ഇനി അടുത്ത പ്രോബ്ലത്തിലേക്കൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് വരും. ഇനിയാണ് ലെഡ്ജർ എന്ന് പറഞ്ഞ സംഗതി. ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലെഡ്ജറിലാണ്. എന്താണ് ലെഡ്ജർ? ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പുസ്തകമാണ്. നമ്മൾ ജേർണലിൽ പഠിച്ചത് ഒരു ദിവസത്തെ എല്ലാ ട്രാൻസാക്ഷൻസും ഒരൊറ്റ ബുക്കിൽ തന്നെ അതിൻ്റെ സമയത്തിൻ്റെ ബേസിൽ ആദ്യം നടന്നത് എന്താണോ അതിൻ്റെ ആ ഓർഡറിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതാണ്. പക്ഷേ ഈ ഒരു മൊത്തത്തിലുള്ള ഈ രേഖപ്പെടുത്തൽ
നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേഷനിൽ ഓരോ അക്കൗണ്ടും എങ്ങനെ എത്ര ബാലൻസ് ഉണ്ട്, എത്രയാണ് അതിലെ ട്രീറ്റ്മെൻറ്റുകൾ എന്നുള്ളത് കൃത്യമാക്കി മനസ്സിലാക്കാൻ ഈ ഒരു ജേണൽ എൻട്രി കൊണ്ട് സാധിക്കില്ല. ആ ഒരു പ്രോസസ്സിനാണ് ജേണൽ എൻട്രിക്ക് പുറമെ ലെഡ്ജർ എൻട്രി എന്ന് പറയുന്നത്. ലെഡ്ജർ എൻട്രി എന്ന് പറയുമ്പം നമ്മൾ ജേണൽ എൻട്രിയിലെ ഓരോ ഐറ്റംസും, ഇപ്പം സാലറി അക്കൗണ്ട് അറ്റ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ സാലറിയും ക്യാഷ് അക്കൗണ്ടും ഉണ്ട്, 2 അക്കൗണ്ട് ഉണ്ട് അവിടെ. ഈ ഓരോ സെപ്പറേറ്റ് അക്കൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടേബിൾസ് ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ ബാലൻസും വരവും ചിലവും പോക്കും എല്ലാം സെപ്പറേറ്റ് കണ്ട് മൊത്തം അതിൻ്റെ ഇയർ എൻഡിലെ ബാലൻസ് കണക്കാക്കുമ്പം ആ ഒരു സിംഗിൾ അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സിംഗിൾ അക്കൗണ്ട് രൂപത്തിലേക്ക് ഓരോ അക്കൗണ്ടും, ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ സാലറി അക്കൗണ്ട് ഉണ്ട്, ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ഉണ്ട്, ക്യാരേജസ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ താഴത്ത് ആനന്ദിൻ്റെ അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 5-6 അക്കൗണ്ട് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്, സിംഗിളായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ടേബിൾസ്, സെപ്പറേറ്റ് സിംഗിൾ അക്കൗണ്ട് ടേബിൾസ് ഉണ്ടാക്കണം. ആ ടേബിൾ കൃത്യമായിട്ട് ആ ഒരു അക്കൗണ്ടിൽ മാത്രം വന്നു പോയതുമായിട്ടുള്ള വിവരങ്ങൾ തരും, അതിൻ്റെ മൊത്തം അവസാനത്തെ ബാലൻസും തരും. അതിനാണ് ലെഡ്ജർ എൻട്രി ഉണ്ടാക്കുന്നത്. ലെഡ്ജറിലേക്ക് എൻട്രി ചെയ്യൽ ജേണലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ജേണലിൽ ആദ്യം പ്രൈമറി എൻറ്റർ ചെയ്തിട്ടുള്ള അതേ ട്രാൻസാക്ഷൻസ് ആണ് ആദ്യം ജേണലിൽ എൻ്റർ ചെയ്യും. പിന്നെ അത് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ലെഡ്ജറിലേക്ക് എഴുതുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജേണലിലേക്ക് എൻട്രി ചെയ്യുന്നതിനാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുക. ഇനി ഈ ജേണലും ലെഡ്ജറും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ് ആണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ജേണൽ എന്ന് പറഞ്ഞാൽ പ്രൈമറി എൻട്രി ബുക്കാണ്, ഒറിജിനൽ എൻട്രിയാണ് അവിടെ ഉണ്ടായാൽ. ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ ദി ജേണൽ. ലെഡ്ജർ ഈസ് ദ മെയിൻ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ഓരോ സെപ്പറേറ്റ് അക്കൗണ്ടിൻ്റെയും മെയിൻ ബുക്കുകളാണ് ലെഡ്ജർ. ഓൺലി ആഫ്റ്റർ ഓൾ ട്രാൻസാക്ഷൻസ് ആർ എൻറ്റേർഡ് ഇൻ ജേണൽ ദേ ആർ പോസ്റ്റഡ് ടു ലെഡ്ജർ അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജേണൽ ഈസ് കോൾഡ് ദ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി ആൻഡ് ലെഡ്ജർ ഈസ് കോൾഡ് ഓഫ് സബ്സീക്വൻറ്റ് എൻട്രി. ശ്രദ്ധിക്കുക, ഒന്ന് പ്രൈമറി എൻട്രിയാണ്, ഒന്ന് സബ്സീക്വൻറ്റ് എൻട്രിയാണ്. മൂന്നാമത്തെ, ദർ ഈസ് നോ യൂണിഫോമിറ്റി ഇൻ മെയിൻറ്റെയിനിങ് ജേണൽ. ജേണൽ മൊത്തത്തിൽ ഓരോ ട്രാൻസാക്ഷനും എങ്ങനെയാണോ നടന്നത് അങ്ങനെ തന്നെ ആയിട്ട് എൻട്രി ചെയ്യലാണ്. പക്ഷേ ലെഡ്ജറിൽ കൃത്യമായിട്ടുള്ള യൂണിഫോമിറ്റി, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസസുകൾ, 9ഓളം ഡിഫറൻസസ് ആണ്. അത് കൃത്യമായിട്ട് വായിച്ച് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് IMP എന്ന സൈഡിൽ എഴുതിയത് അതുകൊണ്ടാണ്. ഇത് എക്സാമിന് ചോദിക്കും, തിയറി പാർട്ടിൽ ചോദിക്കുന്ന മെയിൻ ഒരു സംഗതിയാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് പ്രസൻറ്റ് ചെയ്യലെന്നാണ് മെയിനായിട്ട് പറയാനുള്ളത്. ലെഡ്ജർ അക്കൗണ്ട് എന്താണെന്നുള്ളത് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ ആദ്യം പഠിച്ചത് ജേണലായിരുന്നു. ജേണൽ എൻട്രിയിൽ ആദ്യത്തെ കോളത്തിൽ ഡേറ്റ് ഉണ്ടാവും, രണ്ടാമത്തെ കോളത്തിൽ പർട്ടിക്കുലേഴ്സ്. ഇപ്പോൾ സാലറി കൊടുത്താണ് സാലറി അക്കൗണ്ട് അറ്റ ടു ക്യാഷ്. പിന്നെ ജേണൽ ഫോളിയം JF ഉണ്ടാവും. ലെഡ്ജർ ഫോളിയം നയിക്കും LF, അവിടെ LF, ഇവിടെ JF. അപ്പോൾ 2 എമൗണ്ടിൻ്റെ കോളം ഉണ്ടാവും, ഡെപ്റ്റർ ക്രെഡിറ്റർ പറഞ്ഞിട്ട് ഒരേ ഒരു ടേബിളിൻ്റെ തന്നെ അവസാനത്തെ 2 കോളം അടുപ്പിച്ച് ആയിരുന്നു. അതായിരുന്നു ജേണലിൻ്റെ ഫോം. പക്ഷേ ലെഡ്ജറിൻ്റെ ഫോം പറയുമ്പോൾ 2 സെപ്പറേറ്റ് പർട്ടിക്കുലർ എഴുതാനുള്ള ടേബിൾ ഉണ്ടാവും. ഒരൊറ്റ ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ 2 സെപ്പറേറ്റ് പർട്ടിക്കുലേഴ്സിനുള്ള സ്പേസ് ഉണ്ടാവും. അതെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് നോക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് സോമൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ആ ഒരു എൻട്രി വരുന്നത് എപ്പോഴാണ്? സെയിൽസ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അവിടെ സെയിൽസ് നടന്നിട്ടുണ്ട്. സോമൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് പറഞ്ഞതുകൊണ്ട് അവിടെ സോമന് ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാം. ക്യാഷിനാണെങ്കിൽ അവിടെ ക്യാഷ് വന്നതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നേ വരുള്ളൂ. പക്ഷേ സോമൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സോമൻ നമ്മുടെ കയ്യിൽ നിന്ന് കടത്തിന് സാധനങ്ങൾ വാങ്ങിപ്പോയ ആളാണ്, ഡെപ്റ്ററാണ്. സോമൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് സോമൻ്റെ അക്കൗണ്ട് മാത്രമായിട്ട് രൂപപ്പെടുത്തുകയാണെങ്കിൽ ഇതിൽ വരുന്ന എൻട്രികൾ എങ്ങനെയായിരിക്കും? ആദ്യം തന്നെ നെയിം ഓഫ് ദി അക്കൗണ്ടിൽ സോമൻ അക്കൗണ്ട്, ആ പെൻസിലിനോട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എക്സാമ്പിളായിട്ട്, അവിടെ സോമൻ അക്കൗണ്ട് എന്ന് വരും. അപ്പോൾ നമുക്ക് ആകെ ഒരൊറ്റ എൻട്രിയേ ഉള്ളൂ, സോമൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നുള്ള ഈ ഒരു കേസിൽ. അപ്പോൾ അവിടെ ഈ സോമൻ അക്കൗണ്ടിൽ അതെങ്ങനെ രേഖപ്പെടുത്തും? സോമൻസ് അക്കൗണ്ട് എന്ന് ടൈറ്റിൽ കൊടുക്കുക, പിന്നെ ഇങ്ങനെ ഒരു ടേബിൾ വരച്ചിട്ട് ടു സെയിൽസ് എന്നുള്ളതൊക്കെ, ആ ടു എന്നുള്ളതൊക്കെ ഈ ഫസ്റ്റ് പർട്ടിക്കുലർ കോളത്തിൽ എഴുതുക. ലെഫ്റ്റ് സൈഡിലെ പർട്ടിക്കുലർ, അതായത് ഡെബിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ എഴുതുക ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എമൗണ്ട് വരും. സോമൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്.
അവിടെ എമൗണ്ട് എത്രയാണ് 1000-നാണെന്ന് അസ്യൂം ചെയ്യുക. 1000 എന്ന് അവിടെ എഴുതി. ഇനി എന്ത് ചെയ്ത് ഇനി മറ്റൊരു എൻട്രി പിന്നെ വരികയാണ്. നമ്മൾ കൊടുത്ത സാധനത്തിൽ സോമൻ കുറച്ച് ഐറ്റംസ് റിട്ടേൺ ചെയ്തു. റിട്ടേൺ ഇൻവേർഡ് സെയിൽ ചെയ്ത സാധനം റിട്ടേൺ വരുമ്പോൾ ആദ്യം ടു സെയിൽസ് കൊടുത്തത് അത് ഡെബിറ്റ് ചെയ്യും. സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ സെയിൽസ് ഇൻവേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അല്ല റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞിട്ടോ അതിന് മൂന്നോളം പേരിൽ അത് റിട്ടേൺ ഡെബിറ്റ് ചെയ്യും. റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട് അപ്റ്റർ ടു സോമൻസ് അക്കൗണ്ട്. സോമന് വാങ്ങിയതിൽ നിന്ന് 200 രൂപ തിരിച്ച് അയച്ചത് കൊണ്ട് അത് തിരിച്ച് ഓപ്പോസിറ്റ് എൻട്രി നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു ജേണൽ എൻട്രി ടു സോമൻ എന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മേലെ ടു സോമൻ എഴുതാൻ പറ്റില്ല. കാരണം അത് സോമൻ്റെ അക്കൗണ്ടാണ് മുകളിലുള്ളത്. ഇത് സോമൻ്റെ പേര് ഒരിക്കലും ആ അക്കൗണ്ടിൻ്റെ ടാഗ് പർട്ടിക്കുലേഴ്സിൻ്റെ കണ്ടൻറ്റിൽ വരാൻ പാടില്ല. ഇതിപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആ താഴെ ഒരിക്കലും വരാൻ പാടില്ല പർട്ടിക്കുലേഴ്സിൻ്റെ കുഴപ്പത്തിൽ. ഇപ്പോൾ ക്യാഷിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ സോമൻ്റെ ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന എൻട്രികൾ മാത്രമേ ഈ ഒരു ടേബിളിൻ്റെ ഉള്ളിലേക്ക് രേഖപ്പെടുത്താവൂ. അപ്പോൾ സോമൻ്റെ പൊസിഷൻ ട്രാൻസാക്ഷനിൽ ഡെബിറ്റ് പൊസിഷൻ ആണെങ്കിൽ ബാക്കി 2 എന്താണോ വരുന്നത് അല്ലെങ്കിൽ ക്രെഡിറ്റ് പൊസിഷനിൽ വരുന്നതൊക്കെ ഫസ്റ്റ് പർട്ടിക്കുലർ കോളത്തിൽ എഴുതണം. അല്ലാത്തതൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ ഭാഗത്തുള്ള റൈറ്റ് സൈഡിലുള്ള ക്രെഡിറ്റ് കോളത്തിൽ എഴുതണം. അവിടെ എന്ത് ചെയ്തു സോമൻ്റെ റിട്ടേൺ ഇൻവാർഡ്സ് 200, അതായത് സോമൻ റിട്ടേൺ ചെയ്തത് എമൗണ്ട് ഇപ്പുറം സൈഡിലാണ് വരല് 200 ബൈ റിട്ടേൺ ഇൻവേർഡ്സ്. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട് അപ്റ്റർ ടു സോമൻ എന്നുള്ളതാണ്. ടു സോമൻ എന്ന് വന്നതുകൊണ്ട് തന്നെ ആ എൻട്രിയിലെ ഡെബിറ്റ് ചെയ്ത ഐറ്റം രണ്ടാമത്തെ ക്രെഡിറ്റ് പൊസിഷനിൽ ടേബിളിൽ എൻട്രി ചെയ്യും. അപ്പോൾ 200 റിട്ടേൺ ചെയ്തത് പുറത്ത് എഴുതി. മൊത്തം കൂട്ടുമ്പം ഒരു ലെഡ്ജർ അക്കൗണ്ട് കൂട്ടി ബാലൻസ് കണ്ടെത്തൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്താണോ ഉള്ളത് ആ കൂടുതലുള്ള ഭാഗം എഴുതുക. ഇപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഫസ്റ്റ് ഡെബിറ്റ് സൈഡിലെ ആ ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡാണ് റൈറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ള 1000 എന്ന് കൂട്ടി എഴുതി. രണ്ട് സൈഡിലും 1000 എഴുതും. പിന്നെ ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് കുറവാണ്, എവിടെ കുറവുള്ള അവിടെയാണ് ബാലൻസ് ചേർക്കുക. ഇവിടെ 200 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ 800 ആണ്. അപ്പോൾ ആദ്യം 200 ആണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ അവിടെ ഒരു 800 കുറവുണ്ടാവും. അതുകൊണ്ട് അവിടെ ബാലൻസ് എഴുതി. ഇനി ഇപ്പുറത്താണ് കുറവെങ്കിൽ ടു ബാലൻസ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ലെഫ്റ്റ് സൈഡിലാണ് കുറവെങ്കിൽ ടു ബാലൻസ് എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ എന്തായാലും ബാലൻസ് ചെയ്താൽ 2 ആണെങ്കിലും ബൈ ആണെങ്കിലും ബാലൻസ് അവസാനം എഴുതുന്ന ബാലൻസ് ക്യാരി ഫോർവേഡ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ പീരീഡിലേക്കോ നെക്സ്റ്റ് മാസത്തിലേക്കോ അത് ആ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യും. ഇപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡിലുള്ള ഈ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പം അടുത്ത അക്കൗണ്ട് തുറക്കുമ്പം ഈ സോമൻ്റെ അക്കൗണ്ട് അടുത്ത മാസത്തെയോ അടുത്ത ഇയറിലെയോ തുറക്കുമ്പോൾ അയാളുടെ 2 എന്ന് എഴുതുന്ന ഈ ഫസ്റ്റ് പർട്ടിക്കുലർ ഡെബിറ്റ് സൈഡ് പർട്ടിക്കുലർ കോളത്തിലാണ് ഈ ക്യാരി ഫോർവേഡ് ചെയ്ത ബാലൻസ് വരൽ. ശ്രദ്ധിക്കുക, അത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഏതായാലും ബാലൻസ് കുറവുള്ളടത്ത് അല്ലെങ്കിൽ എമൗണ്ട് കുറവുള്ളടത്ത് ബാക്കിയുള്ള എമൗണ്ട് എഴുതി അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ക്യാരി ഫോർവേഡ് എഴുതുക. ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് ബാലൻസ് ഉണ്ടായത് കൊണ്ട് ബൈ ബാലൻസ് എഴുതി. ലെഫ്റ്റ് സൈഡിലാണ് കുറവ് എങ്കിൽ ടു ബാലൻസ് ക്യാരി ഫോർവേഡ് CF എഴുതും. അപ്പോൾ അതാണ് ഒരു ലെഡ്ജറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ബാലൻസിങ് ലെഡ്ജർ അക്കൗണ്ടാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, ഡൗട്ട് ഉണ്ടാകുമ്പോൾ ചോദിക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് വേരിയൻസ് അക്കൗണ്ട്സ്, ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. കാരണം ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളിൽ തന്നെ ഈ സംഗതികളുണ്ട്. 3 അക്കൗണ്ടുകൾ, 3 ടൈപ്പ് അക്കൗണ്ടുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇതിലൊക്കെ എങ്ങനെ ബാലൻസിങ്ങിൻ്റെ മെത്തേഡ് എന്നുള്ള ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ സംശയം ഉണ്ടാകുകയാണെങ്കിൽ ചോദിച്ചു നോക്കുക. പിന്നെ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ്, ഇത് നേരത്തെ പറഞ്ഞ ഇതാണ്. ഓരോ ടേബിള്, നേരത്തെ പറഞ്ഞ ഈ ഒരു ടേബിള്, ഇത്തരം ടേബിൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് വരും ചിലപ്പോൾ. ഇത് നമ്മൾ ഒറ്റ എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രമാണ് 1-2 എൻട്രി മാത്രം ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ വലിയൊരു 4-5 അല്ലെങ്കിൽ 5-8 5-10 ജേണൽ എൻട്രീസ് ഈ സോമൻ അക്കൗണ്ടുമായിട്ട് വന്നാൽ ഇതിലെ ഐറ്റംസ് കൂടും. ടു സെയിൽസ് എന്നുള്ളിടത്തൊക്കെ ഇനിയും കൂടും. ടു ക്യാഷ് ആയിട്ടും പല രൂപത്തിലും അവിടെ എൻട്രി വരും. ലെഫ്റ്റ് സൈഡിലും വരും, റൈറ്റ് സൈഡിലും വരും. എങ്ങനെയാണെങ്കിലും രണ്ട് ഭാഗവും കൂട്ടി ഏത് ഭാഗത്താണോ കൂടുതൽ എമൗണ്ട് ഉള്ളത് അത് രണ്ട് ഭാഗത്തും കൂട്ടി എഴുതുക. എന്നിട്ട് കുറവുള്ള ആ ഒരു ഭാഗത്ത് ലെഫ്റ്റിലാണെങ്കിലും റൈറ്റിലാണെങ്കിലും അവിടെ ബാലൻസ് ക്യാരി ഫോർവേഡ് എഴുതുക. ലെഫ്റ്റിൽ എഴുതുമ്പോൾ ടു ബാലൻസ് ക്യാരി ഫോർവേഡ്, റൈറ്റിലാണെങ്കിൽ ബൈ ബാലൻസ് ക്യാരി ഫോർവേഡ് എഴുതിയിട്ട് അവിടെ ക്ലോസ് ചെയ്യുക. പിന്നെ ഓപ്പൺ ചെയ്യുമ്പം
അതിന് ആദ്യം എഴുതിയ ഏത് ഭാഗത്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ പിന്നെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ സിന്ധു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. 10,000 റുപ്യക്ക് സിന്ധു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓപ്പൺഡ് ആൻ അക്കൗണ്ട് വിത്ത് ഇന്ത്യൻ ബാങ്ക്. സോൾഡ് ടു പ്രശാന്ത് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ബോട്ട് ഫ്രം രാഹുൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ ആദ്യം ജേണൽ എൻട്രിയാണ് ചെയ്തേണ്ടത്. പിന്നെയാണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോകേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ സിന്ധു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് കേൾക്കുമ്പോൾ തന്നെ ക്യാപിറ്റൽ എന്നുള്ള ഓർമ്മ വേണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റിലായിരിക്കും. അപ്പോൾ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട് ബിസിനസ്സിലേക്ക്. അപ്പോൾ ക്യാഷ് അവിടെ കൂടി. ക്യാഷ് കംസ് ഇൻ ആണ്, മറ്റേ ഗോസ് ഔട്ട് എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ക്യാഷ് വരുമ്പം തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സിന്ധൂസ് ക്യാപിറ്റൽ 10,000. അതിൻ്റെ ഫസ്റ്റ് എൻട്രിയാണ് January 1, 2009 നടന്ന. അവിടെ എഴുതി ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. ബോട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ പർച്ചേസ് ഓർത്ത് വെക്കുക. സാധനം വാങ്ങി കഴിഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. അതിൻ്റെ എൻട്രി എമൗണ്ട് 5,000 രണ്ട് ഭാഗത്ത് ചെയ്താൽ. ഓപ്പൺഡ് ആൻ അക്കൗണ്ട് വിത്ത് ഇന്ത്യൻ ബാങ്ക്. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ബാങ്കിൽ ക്യാഷ് കൂടും, നമ്മളെ കയ്യിൽ ക്യാഷ് കൂടും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ക്യാഷ് പോവുകയാണ്. ബിസിനസ്സിൻ്റെ ബാങ്കിൽ ക്യാഷ് വരികയാണ്. 3,500. സോൾഡ് ടു പ്രശാന്ത് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ടു സെയിൽസ് അവിടെ സംഭവിക്കുന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നെ പൈസക്ക് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് സെയിൽസ് ആയിരിക്കും. പിന്നെ വ്യക്തിക്കാണെങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റിനാണെങ്കിൽ പ്രശാന്ത് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് 2,000 എൻട്രി ചെയ്ത് അവിടെ ഏറ്റവും ടോപ്പിൽ. ഇനി ബോട്ട് ഫ്രം രാഹുൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ബോട്ട് ഫ്രം രാഹുൽ എന്ന് പറഞ്ഞത് രാഹുലിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു രാഹുൽ. ബോട്ട് എന്ന് പറയുമ്പോൾ തന്നെ പർച്ചേസ് കൊടുത്തേക്കുക. ക്യാഷിനാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് നിൽക്കും. രാഹുലിൻ്റെ ക്രെഡിറ്റിനാണെന്ന് പറഞ്ഞ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു രാഹുൽ. അയാളുടെ പേര് അവിടെ മെൻഷൻ ചെയ്ത്. റിസീവ്ഡ് ഫ്രം പ്രശാന്ത് ക്യാഷ് അലൗഡ് ടു ഹിം. റിസീവ്ഡ് ഫ്രം പ്രശാന്ത് 1,800. അലൗഡ് ടു ഹിം ഡിസ്കൗണ്ട് 200. അപ്പോൾ ക്യാഷ് എന്ത് ചെയ്തു, നമുക്ക് റിസീവ് ചെയ്തു. മൊത്തത്തിൽ 2,000 രൂപ കിട്ടി. അതിൽ 1,800 പ്രശാന്തിൻ്റെ അക്കൗണ്ടിലും 200 ഡിസ്കൗണ്ടിലുമാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് 1,800, ഡിസ്കൗണ്ട് അക്കൗണ്ട് 200 ടു പ്രശാന്ത്. മൊത്തത്തിൽ പ്രശാന്തിൻ്റെ അക്കൗണ്ട് അവിടെ ക്ലോസ് ചെയ്ത്. ഓക്കെ, പെയ്ഡ് രാഹുൽ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. അതായത് ക്യാഷ് ടു ക്യാഷ് എന്ന് പറയും. ഫുൾ സെറ്റിൽമെൻറ്റ് 1,400. പക്ഷേ രാഹുലിന് അത്ര കൊടുക്കാനുണ്ട്. മുകളിലത്തെ എൻട്രി അതാ January 3 നടന്നത്. January 4 നടന്നത് 1,500 ട്രാൻസാക്ഷൻ ആയിരുന്നു. പക്ഷേ അവിടെ 1,400 അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം തന്നെ ഓർത്ത് വെക്കുക, അവിടെ ഒരു ഡിസ്കൗണ്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെയ്ഡ് രാഹുൽ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു. 1,400 ഫുൾ സെറ്റിൽമെൻറ്റ് കൊടുത്തത്. അപ്പോൾ ടു ക്യാഷ് 1,400 വരുള്ളൂ, ബാക്കി ടു ഡിസ്കൗണ്ട് ആയിരിക്കും. അപ്പോൾ രാഹുൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് ടു ഡിസ്കൗണ്ട്. രാഹുൽ അക്കൗണ്ട് 1,500 ക്ലോസ് ചെയ്തു. ടു ക്യാഷ് 1,400. January 8 നടന്ന ട്രാൻസാക്ഷൻ നോക്കുക. ടു ഡിസ്കൗണ്ട് 100. 1,500 മൊത്തം അവിടെ ക്ലോസ് ചെയ്തു. ക്യാഷ് സെയിൽസ് നടന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് 2,100. വിഡ്രോ ഫോർ ഓഫീസ് യൂസ്. ബാങ്കിൽ നിന്നാണ് നമ്മൾ വിഡ്രോ എന്ന് കണ്ടാൽ തന്നെ ഓഫീസ് യൂസിന് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തായിട്ട് കാണാം. അല്ല, വിഡ്രോ ഫ്രം ബിസിനസ് ആണെങ്കിൽ അത് വേറെ ട്രീറ്റ്മെൻറ്റ്. വിഡ്രോ ഫോർ ഓഫീസ് യൂസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് വിഡ്രോ ചെയ്താൽ ക്യാഷ് നമ്മുടെ കയ്യിൽ വരും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്കിലെ ബാലൻസ് കുറയും, ടു ബാങ്ക് എന്ന് വരും. ബാങ്കിലെ ബാലൻസ് കൂടിയാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് എന്ന് ആദ്യം വരും, ഫസ്റ്റ് ലൈനിൽ വരും. പക്ഷേ ഈ ഒരു കേസിൽ ബാങ്കിൽ നിന്ന് പൈസ പോവുകയാണ്, ക്യാഷ് നമ്മളിലേക്ക് വരികയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് 200. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാണ് ജേണലൈസിങ് എന്ന് പറഞ്ഞത്. ജേണൽ എൻട്രികൾ ഇതാണ്. ഓരോ ട്രാൻസാക്ഷനും ഓരോ എൻട്രി ഇവിടെ പോസ്റ്റ് ചെയ്ത്. ഇതിൽ പിന്നെ കോമ്പൗണ്ട് എൻട്രികളും വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ടിൻ്റെ കേസ് വന്നപ്പം അത് January 4, 5, 8 ഡേറ്റുകളിലെ എൻട്രികൾ അത്തരം എൻട്രികളാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ഓരോ ജേണൽ എൻട്രിയിലെയും ഓരോ അക്കൗണ്ടും ഇപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം. January 1 ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ആക്കി, സിന്ധു ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി, പർച്ചേസ് അക്കൗണ്ട് 2 തുറന്നു, ക്യാഷ് അക്കൗണ്ട് അവിടെയുണ്ട്, ബാങ്ക് അക്കൗണ്ട് തുറന്നു, ക്യാഷ് അക്കൗണ്ട് അവിടെയുണ്ട്. അപ്പോൾ ഓരോ ആൾക്കും എന്ത് ചെയ്യണം, അവിടെ കുറച്ച് സെപ്പറേറ്റ് സിംഗിൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ സിന്ധുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ആദ്യം ഓപ്പൺ ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. സിന്ധുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ എഴുതി.
സിന്ധൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് പിന്നെ ഒരു ടേബിൾ വരച്ചു ലെഡ്ജറിൻ്റെ രൂപത്തിൽ. ആദ്യ കോളത്തിൽ ഡേറ്റ്, പർട്ടിക്കുലർ ജേണൽ ഫോളിയം എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലർ ജേണൽ ഫോളിയം എമൗണ്ട്. പിന്നെ ഈ എൻട്രി എന്താ നോക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സിന്ധൂസ് ക്യാപിറ്റൽ എന്ന് വന്നുകൊണ്ട് ബൈ ക്യാഷ് എന്നാണ് വരില്ല. സിന്ധൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ ടു ക്യാഷ് എന്ന് വരും. പക്ഷേ ഇവിടെ ടു സിന്ധു എന്ന് പറഞ്ഞതുകൊണ്ട് ബൈ ക്യാഷ് എന്ന് വരും. 10,000 ടോട്ടൽ ചെയ്തു. അവിടെ ഡെബിറ്റിലാണ് ബാലൻസ് അവിടെ കൊടുത്തു. ടു ബാലൻസ് ക്യാരി ഫോർവേഡ്, ബൈ ബാലൻസ് ബ്രോഡ് ഫോർവേഡ്. അടുത്ത അക്കൗണ്ട് തുറക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് അതിൻ്റെ ഈ സിന്ധൂസിൻ്റെ ക്യാപിറ്റൽ അടുത്ത വർഷത്തെ ഫസ്റ്റിൽ ഈ സെക്കൻഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ ഭാഗത്തായിരിക്കും ബാലൻസ് ഉണ്ടാവുക. അത് ഇവിടെ തന്നെ എഴുതിയെന്നുള്ളൂ, അത് കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. ബാലൻസ് ചെയ്ത് എഴുതി മാറ്റി വെച്ചു എന്നുള്ളൂ. ഇവിടെ ഒരൊറ്റ എൻട്രി ഉള്ളൂ, ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇനി ക്യാഷ് അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട് ഈ ഒരു മൊത്തത്തിൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇവിടെ എഴുതുക, എന്നിട്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഒരു ടേബിൾ, ലെഡ്ജർ ടേബിൾ വരയ്ക്കുക. അതിൻ്റെ മൊത്തം ട്രാൻസാക്ഷൻസ് ഒന്ന് പോയി നോക്കുക. എന്നിട്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ന് പറഞ്ഞ എല്ലാ സംഗതികളും, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫസ്റ്റ് നോക്കുമ്പോൾ ടു സിന്ധൂസ് ക്യാപിറ്റൽ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് ടു സിന്ധൂസ് ക്യാപിറ്റൽ എഴുതി. പിന്നെ ക്യാഷ് അക്കൗണ്ട് പിന്നെ വരുന്നത് ടു എവിടെ വരുന്നത് നോക്കുക. പ്രശാന്ത് അക്കൗണ്ട് ഡെപ്റ്റർ ടു വരുന്നില്ല. പിന്നെ ഇവിടെ അഞ്ചാമത്തെ ജനുവരി 5 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രശാന്ത് 2000 അല്ല 1800. ഒരു പ്രശാന്ത് 1800 വരും. പിന്നെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് 2100, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 200. അപ്പോൾ 2 എന്നുള്ളതൊക്കെ ഈ ഫസ്റ്റ് കോളത്തിലേക്ക് ഡെപ്റ്റർ കോളത്തിലേക്ക്, ഡെബിറ്റ് കോളത്തിലേക്ക് ഇവിടെ എഴുതുക. പിന്നെ ക്യാഷ് ഈ ഒരു ജേണൽ എൻട്രിയിൽ 2 പൊസിഷനിൽ വന്ന ക്യാഷ് ഉണ്ടാവും. അതിൻ്റെ ഡെബിറ്റ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണോ എന്നുള്ളത് അത് ഈ കോളത്തിൽ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതുക. ബൈ പർച്ചേസസ് 5000 ഉണ്ട്, ബൈ ബാങ്ക് 3500 ഉണ്ട്, ബൈ രാഹുൽസ് അക്കൗണ്ട് 1400 ഉണ്ട്, 1400 ഉണ്ട്. അപ്പോൾ ഈ 3 കേസേ അവിടെ ഉള്ളൂ. ഈ 4 കേസ് ലെഫ്റ്റ് സൈഡിലും വരും, ഡെബിറ്റ് സൈഡിലും വരും. അങ്ങനെ ക്യാഷ് അക്കൗണ്ട് ഏത് ഭാഗമാണോ ടോട്ടൽ കൂടുതലുള്ളത് നോക്കുക. അതിൽ ലെഫ്റ്റ് സൈഡാന്ന് കണ്ടു, 14,100 അവിടെ ഉണ്ട്. മറ്റോടത്താണ് കുറവുള്ളത്, അവിടെ ബാലൻസ് അവിടെ എഴുതിയിട്ടുണ്ട്, 4,200 ബാലൻസ് ഉണ്ട് അവിടെ. അത് ക്യാരി ഫോർവേഡ് ചെയ്തും അടുത്ത അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഫോർവേഡ് 4,200 ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ അക്കൗണ്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്, ക്ലിയർ ആക്കുക. അങ്ങനെ തന്നെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ടു രാഹുൽസ് അക്കൗണ്ട് ജേണൽ എൻട്രി നോക്കുക. അവിടുന്ന് ഓരോരുത്തരുടെയും പിന്നെ ഓരോ സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ടുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പം അത് ക്ലിയർ ആവും. അപ്പോൾ അതോടുകൂടി എല്ലാ അക്കൗണ്ടും ഈ ജേണലിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടിനും ഓരോ സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കുക, സിംഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുക. അത് ഇങ്ങോട്ട് ക്ലോസ് ചെയ്യുക. കുറച്ച് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മറ്റൊരു എക്സാമ്പിൾ ഇതാ ഇവിടെ പറയുന്നത്. ചന്ദ്രൻ ഹാഡ് ഫോളോയിങ് ട്രാൻസാക്ഷൻ വിത്ത് ജയറാം, ഷോ ജയറാംസ് അക്കൗണ്ട് ഇൻ ബുക്സ് ഓഫ് ചന്ദ്രൻ. അതായത് ചന്ദ്രൻ ജയറാമും ട്രാൻസാക്ഷൻ ഇൻവോൾവ്ഡ് ആണ്. ജയറാമിൻ്റെ അക്കൗണ്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ചന്ദ്രൻ്റെ ബുക്കിൽ. സോൾഡ് ഗുഡ്സ് ടു ജയറാമിന് കൊടുത്താൽ എന്തായിരിക്കും, ജയറാമിൻ്റെ അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. സോൾഡ് ഗുഡ്സ് ടു ജയറാം എന്ന് പറയുമ്പോൾ തന്നെ ജയറാം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് നയിക്കും. ഓക്കെ, സോൾഡ് ഗുഡ്സ് ടു ജയറാം എന്ന് പറയുമ്പോൾ ജയറാം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഫസ്റ്റ് തന്നെ ജയറാമിൻ്റെ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കി, ടു സെയിൽസ് എന്നാണ് എഴുതി 1900. ഹി ഗേവ് അസ് 1600 ഓൺ അക്കൗണ്ട്, ക്യാഷ് ആയിട്ട് ഇങ്ങോട്ട് 1600 വന്നു. അപ്പോൾ ബൈ ക്യാഷ് 1600 അവിടെ എഴുതി. ബോട്ട് ഫ്രം ജയറാം ഗുഡ്സ് വർത്ത് 400. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ബോട്ട് ഫ്രം ജയറാം ഗുഡ്സ് വർത്ത് 400 റുപ്യൻ്റെ എന്ത് ചെയ്തു, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജയറാം എന്ന് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജയറാം എന്ന് പറയുമ്പോൾ ടു ജയറാം എന്നാണ് വന്നത്. ജയറാമിൻ്റെ അക്കൗണ്ട് ആകുമ്പോൾ ഉണ്ടാക്കുന്നത് ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 400 ഇവിടെ രണ്ടാമത്തെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. മറ്റൊന്ന് റെസീവ്ഡ് ഫ്രം ഹിം ക്യാഷ് 1300, ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ബൈ ക്യാഷ് 1300 വന്നു. സോൾഡ് ഗുഡ്സ് ടു ഹിം, പിന്നെയും സോൾഡ് ചെയ്തു. ടു സെയിൽസ് ജയറാം 1600 വീണ്ടും വന്നു. പിന്നെന്തോന്നു, ഹി റിട്ടേൺഡ് ഗുഡ്സ് വർത്ത് 200 സെയിൽ ചെയ്തത് റിട്ടേൺ ചെയ്തതാണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ടു ജയറാം ബൈ സെയിൽസ് റിട്ടേൺ വരും, 200 ഇപ്പുറത്ത് വന്നു.
ഈ റിട്ടേൺഡ് ഗുഡ്സ് വർത്ത് 200 എഴുതി. വി ഗേവ് ജയറാം ക്യാഷ് 1200 രൂപ കൊടുത്തു. ടു ക്യാഷ് എന്ന് വരും 1200. ജയറാം അക്കൗണ്ട് ടു ക്യാഷ്. ഹി പെയ്ഡസ് 1000. വീണ്ടും ക്യാഷ് ഇങ്ങോട്ട് തന്നു. ബൈ ക്യാഷ് അക്കൗണ്ട് ടു ജയറാം എന്നായിരുന്നു. അപ്പോൾ 1000 മൊത്തം കൂട്ടി നോക്കുക. അപ്പോൾ 4700 ഈ ഡെബിറ്റ് സൈഡ് ഫസ്റ്റ് സൈഡിലെ പർട്ടിക്കുലർ ഭാഗത്താണ് കൂടുതലുള്ളത്. 4700 അവിടെ വന്ന് മറ്റേ ഭാഗം കൂട്ടുമ്പോൾ 4500 ഉള്ളൂ. എന്നാലും 4700 രണ്ട് ഭാഗത്ത് എഴുതണം. അവിടെ ബാലൻസ് കൂട്ടിക്കും 200 ബാലൻസ് ഉണ്ട്. ആ 200 ബാലൻസ് ചെയ്തത് ക്യാരി ഫോർവേഡ് എന്ന് എഴുതും. മറ്റെടുത്ത് താഴെ ബ്രോഡ് ഫോർവേഡിൻ്റെ 200 എന്ന് എഴുതും. അങ്ങനെ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ ജയറാമിൻ്റെ അക്കൗണ്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്. ജയറാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും എഴുതുക. ആദ്യം തന്നെ ഇത്തരം ജേണൽ എൻട്രീസ് നമ്മൾ ജേണൽ എൻട്രി എന്താണെന്ന് ആദ്യം തന്നെ എഴുതി വെക്കുക. ഇപ്പോൾ സോൾഡ് ഗുഡ്സ് ടു ജയറാം എന്ന് പറയുമ്പോൾ ജയറാം അക്കൗണ്ട് ടു സെയിൽസ് എന്നുള്ള സാധനം എഴുതി വെക്കണം. എന്നാലേ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവുള്ളൂ. ഈ ഒരു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ജേണൽ ചെയ്തേക്കുന്നത്. പിന്നെ ആ ജേണൽ ചെയ്ത് വെച്ച് ഓരോ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ ജയറാം അക്കൗണ്ട് ടു സെയിൽസ് എന്ന് വരുമ്പോൾ ജയറാമിൻ്റെ അക്കൗണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ടു സെയിൽസ് ടു എന്ന് വരുന്നതൊക്കെ ടു സെയിൽസ്, ടു ക്യാഷ് എന്ന് വരുന്നതൊക്കെ ഈ ലെഫ്റ്റ് ഡെബിറ്റ് സൈഡിലെ ഈ ഒരു പാർട്ടിലേക്ക് ചെയ്ത് അതിൻ്റെ എമൗണ്ട് ചെയ്താൽ. അതുപോലെ തന്നെ ജയറാമിൻ്റെ അക്കൗണ്ട് ടു പൊസിഷനിൽ വരുമ്പോൾ ടു ജയറാം അക്കൗണ്ട് എന്നാണ് വരുന്നതെങ്കിൽ ആ ബൈ ഡെബിറ്റ് പൊസിഷനിലുള്ള ആരൊക്കെയാണോ അവരൊക്കെയാണ് ഈ റൈറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിലേക്ക് എഴുതേണ്ടത്. അവരുടെ എമൗണ്ട് എഴുതുക. മൊത്തം കൂട്ടുക. ടോട്ടൽ ഏത് കോളത്തിലാണോ ഏറ്റവും അധികം ഉള്ളത് ആ എമൗണ്ട് രണ്ട് കോളത്തിൻ്റെയും ടോട്ടലായിട്ട് എഴുതുക. കുറവുള്ള ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള എമൗണ്ട് ബാലൻസ് ക്യാരി ഫോർവേഡ് എന്ന് എഴുതുക. നെക്സ്റ്റ് ലൈനിൽ ബ്രോഡ് ഫോർവേഡ് എന്നും അതേ എമൗണ്ട് മാറ്റി എഴുതുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ് ബാലൻസ് ഉള്ളതെങ്കിൽ റൈറ്റ് സൈഡിൽ ഫോർവേഡ് എന്ന് വരും. അങ്ങനെ രണ്ട് ഭാഗത്തേക്കും ശ്രദ്ധിച്ച് മാറ്റി എഴുതുക. അപ്പോൾ രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇതിൻ്റെ ബേസിൽ ഒരു മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്യണം. ഇതുവരെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസിൽ തന്നെ ഇതിൻ്റെ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ ഇതിൻ്റെ ആൻസർ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിലോ എഴുതിയിട്ട് അയച്ചു തരണം. ഇതൊരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻറ്റേർണൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻസ് ഉള്ളത് എന്നുള്ളത് നല്ലോണം നോക്കിയിട്ട് ഇതുവരെ എടുത്ത ക്ലാസ്സിൽ ആദ്യം ജേണലും നോക്കാൻ, ജേണലൈസിൻ്റെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് ആയിരുന്നു. ലെഡ്ജറാണ് ഇന്ന് പറഞ്ഞത്. രണ്ടും നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേബിള് ഇതേമാതിരിയുള്ള ടേബിളായിരിക്കും ഇവിടെയും പ്രിപ്പയർ ചെയ്യാനുള്ള ഉണ്ടാവുക. അത് നോക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് അയച്ചു തരാം കേട്ടോ. ഇന്ന് ഡേറ്റ് എത്രയാണ്? 11. അടുത്ത 18 മുമ്പായിട്ട് അയച്ചു തരിക. ഒരാഴ്ച ഒന്നും വേണ്ട. ഇതൊരു ടേബിൾ വരക്കാൻ ഒറ്റ ദിവസം മതി. 18 ഇതിൻ്റെ വാല്യുവേഷൻ നടക്കും. നിങ്ങളെ അസൈൻമെൻറ്റിൻ്റെ മാർക്കാണ് ഇവിടെ ഇടാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ചെയ്തിട്ട് അയച്ചു തരിക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക. വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും ഫുള്ള് കേട്ട ആൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട യാതൊരു ആവശ്യമില്ല. അത് രണ്ടും വായിക്കാതെ ഡൗട്ട് ചോദിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ രണ്ടും കേൾക്കാതെ വീഡിയോ കാണാതെ ഡൗട്ട് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ നോക്കിയില്ല വായിച്ചില്ല എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം കണ്ടാൽ. അതുകൊണ്ട് രണ്ടും ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് ഈ ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കുക. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യുക. അടുത്ത ആഴ്ച നിങ്ങൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുതി കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട. പേപ്പറിലാണെങ്കിൽ പേപ്പറിൽ 2 A4 അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയെടുക്കുക. ഒരു A4 അതിൻ്റെ ആൻസർ മറ്റൊരു A4 എഴുതുക. പേര് എഴുതുക. ഫസ്റ്റ് പേജിൽ തന്നെ അസൈൻമെൻറ്റ് എഴുതുക. പേരും ക്ലാസ്സും രജിസ്റ്റർ നമ്പറും എഴുതുക. രണ്ടാമത്തെ പേജിൽ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക. അങ്ങനെ ഒരു 3 പേജ് മാക്സിമം എഴുതിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ടേബിൾ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ സുഹൈൽ സാറെ ടേബിൾ ഏതാണെന്ന് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത വെള്ളിയാഴ്ചയാണ് ആ സമയം തരുന്നത്. 17-ാം തീയതി അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഓക്കെ. പറഞ്ഞ ഡേറ്റിന് സമയത്ത് വെക്കുക. രാവിലെ 9 മണിക്ക് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഞാൻ നോക്കി അതിൻ്റെ മാർക്ക് ഇട്ട് തരും. ഓക്കെ. എന്നാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ശരി.